പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ശരണഘോഷയാത്ര, ആഴിപൂജ, പേട്ടതുള്ളൽ തുടങ്ങിയവ നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ശരണഘോഷയാത്ര, ആഴിപൂജ, പേട്ടതുള്ളൽ തുടങ്ങിയവ നടത്തി. ക്ഷേത്ര കരകളിലെ വിവിധയിടങ്ങളിൽ നിന്ന് ഭക്തർ കെട്ടുകെട്ടി ശരണഘോഷയാത്രയായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് ശബരിമലയിൽ പോകാൻ കഴിയാത്തവർ, സ്ത്രീകൾ തുടങ്ങിയവരുൾപ്പെടെയാണ് വ്രതാനുഷ്ഠത്തോടെ നിറച്ച കെട്ടേന്തി വാദ്യമേളങ്ങൾ, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തില് ഈ ക്ഷേത്ര അവകാശികളായ 9 കരയുടെ വിവിധ ഇടങ്ങളിൽ നിന്നും, കുടുംബക്ഷേത്രങ്ങളിൽ നിന്നും, മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഇന്നേ ദിവസം ഇവിടെ കെട്ടുകെട്ടി അയ്യപ്പ ഭക്തർ എത്തിച്ചേരുകയാണ്. ശബരിമല ക്ഷേത്രത്തിലേക്ക് കെട്ടുകെട്ടി പോകുവാൻ അനാരോഗ്യം മൂലവും കഴിയാത്തവരും അതേപോലെ തന്നെ സ്ത്രീകളും കുട്ടികളുമൊക്കെ ശ്രീധർമ്മശാസ്താവിനെ തൊഴുവാനും ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം നേടുവാനും പുല്ലുകുളങ്ങര ശാസ്താവിൻ്റെ സവിധത്തിലേക്ക് എത്തുന്ന ദിവസമാണിന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന കൃത്യമായ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളുടെയും എല്ലാ ആചാരങ്ങളുടെയും കെട്ടുനിറച്ച് കെട്ടുകെട്ടി വാദ്യഘോഷങ്ങളുടെയും തീപ്പന്തത്തിൻ്റെ താലപ്പൊലിയുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ശരണഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു. ക്ഷേത്രത്തിലെത്തി വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന ഈ ശരണഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് കർപ്പൂരാഴി നടത്തിയതിന് ശേഷം ക്ഷേത്രത്തിൽ ആഴിപൂജ നടത്തുന്നു. ഇന്ന് ഇവിടെ ആഴിപൂജ നടക്കും, അതിനുശേഷം ആഴിവാരൽ നടക്കും. അങ്ങനെ ഒട്ടേറെ സവിശേഷമായ ചടങ്ങുകളാണ് ഈ 40 ധനുമാസം 10-ാം തീയതിയുള്ള ഈ 40-ാം ദിവസം ഇവിടെ നടക്കുന്നത്. തുടർന്ന് ഈ കെട്ടുകളെല്ലാം ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിച്ചതിന് ശേഷം രാവിലെ ഈ കെട്ടുകളിൽ നിന്നും നെയ്ത്തേങ്ങ എടുത്ത് ഭഗവാന് നെയ്യഭിഷേകം നടത്തി അതിനുശേഷം ഇവിടെ പേട്ടതുള്ളും. നമ്മുടെ പള്ളിവേട്ടയാലിൻ്റെ മുന്നിൽ നിന്നും പേട്ട തുള്ളി ക്ഷേത്രം വലം വെച്ച് എത്തുമ്പോൾ ക്ഷേത്രത്തിലെ ഈ 41-ാം ദിവസത്തെ ആഘോഷങ്ങൾക്ക് തിരശ്ശീല വരികയാണ്. തുടർന്ന് അന്നദാനവും അഖണ്ഡനാമ ജപവും ഒക്കെ ക്ഷേത്രത്തിൽ നടക്കും. നൂറുകണക്കിന് അയ്യപ്പന്മാർ കെട്ടുനിറച്ചെന്ന് ശ്രീധർമ്മശാസ്താവിനെ ദർശിക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. അവരുടെ ഇരുമുടിക്കെട്ടിലുള്ള നാളികേരത്തിൽ നിന്നും നെയ്യ് ശേഖരിച്ച് ഭഗവാൻ നാളെ നെയ്യഭിഷേകം നടത്തും. നമ്മൾ ശബരിമല ക്ഷേത്രത്തിൽ നടത്തുന്ന അതേ രീതിയിലുള്ള അനുഷ്ഠാനമാണ് നമ്മളിവിടെ നടത്തുന്നത്. എല്ലാ വർഷവും 40-ന് കെട്ട് മുറുക്ക് വരികയും 41-ന് രാവിലെ ഭഗവാൻ നെയ്യഭിഷേകം നടത്തി. അതോടൊപ്പം തന്നെ പേട്ടതുള്ളൽ നമ്മുടെ കിഴക്കേ ആൽത്തറയിൽ നിന്നും പേട്ടതുള്ളി ഭഗവാനെ വലം വെച്ച് 3 വലം വെച്ച് എല്ലാ അയ്യപ്പന്മാരും ഇന്ന് കെട്ടെടുത്ത് വരുന്ന മുഴുവൻ സ്വാമി അയ്യപ്പന്മാരും ഈ ഇതിൽ പങ്കെടുക്കുകയും അത് ഭാരവാഹികളോട് അനുഗ്രഹിച്ച് നല്ല രീതിയിലൊരു ഭക്തിപരമായ ഒരു ചടങ്ങാണ് നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുക്കണം. നമ്മുടെ ക്ഷേത്രത്തിൽ അഭിവൃദ്ധിക്ക് കാരണമായിട്ടുള്ള നമ്മുടെ 12 കരക്കാരാണ് ഇതിന് മുന്നിട്ടെടുക്കുന്നത്. അത് മാത്രമല്ല എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കാളിയാണ്. മുഴങ്ങോടിക്കാവ് ക്ഷേത്രം, കാരാവള്ളിയിൽ ക്ഷേത്രം, മെഴുവാന ക്ഷേത്രം, ഏലിൽക്കാവ്, പറവൂർക്കാവ്, പൊന്മാറിൽ ക്ഷേത്രം, കപ്പകശ്ശേരിയിൽ ക്ഷേത്രം, പനയങ്ങാർക്കാവ് ക്ഷേത്രം, തള്ളത്തുകാവ്, കാഞ്ഞിരപ്പള്ളിയിൽ കളരി എന്നിവിടങ്ങളിൽ നിന്നാണ് ശരണഘോഷയാത്ര എത്തിയത്. ശരണഘോഷയാത്രകൾ ക്ഷേത്രത്തിൽ എത്തി കർപ്പൂരാഴി കഴിഞ്ഞപ്പോൾ ശ്രീ ധർമ്മശാസ്താ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സത്സംഗം നടത്തി. തുടർന്ന് ആഴിപൂജ, ആഴിവാരൽ, 27-ന് രാവിലെ 7 മണിക്ക് നെയ്യഭിഷേകം, പേട്ടതുള്ളൽ എന്നിവ നടത്തി. കെട്ടുകെട്ടിയെത്തിയ ഭക്തരും കരക്കാരും ചേർന്ന് പള്ളിവേട്ട ആലിന് സമീപത്ത് നിന്നുമാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത്.
തുടർന്ന് ശ്രീ ധർമ്മശാസ്ത്ര അഖണ്ഡനാമ ജപയജ്ഞ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഖണ്ഡനാമ ജപയജ്ഞവും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി, രാംകുമാർ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ, സെക്രട്ടറി സുരേഷ് രാമനാമഠം എന്നിവർ നേതൃത്വം നൽകി. CD Net News, കായംകുളം.